സത്യവിശ്വാസികളെ, ഖുർആനിൽ 89 സ്ഥലങ്ങളിലാണ് മോമിനീങ്ങളെ എന്ന് വിളിച്ചിട്ടുള്ളത്. 20 സ്ഥലങ്ങളിലാണ് മനുഷ്യരെ എന്ന് വിളിച്ചിട്ടുള്ളത്. 5 സ്ഥലങ്ങളിലാണ് യാ ബനി ആദം, ആദം സന്തതികളെ എന്ന് വിളിച്ചിട്ടുള്ളത്. 89 സ്ഥലങ്ങളിൽ മോമിനീങ്ങളെ വിശ്വാസികളെ എന്ന് വിളിച്ചതിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ മാഇദയിൽ വിളിച്ച് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, 4 കാര്യങ്ങളെ പറ്റി അല്ലാഹു പറയുകയാ. ഇന്നമൽ ഖംറു മദ്യപാനം, അതുപോലെ വൽ മൈസിറു ചൂതാട്ടം, അതുപോലെ വൽ അൻസാബു വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്ന് ബലിയെറുക്കല്, വൽ അസ്ലാം ഭാഗ്യാസ്ത്ര പരീക്ഷണം, അമ്പ് നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സംവിധാനം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ്. ഈ 4 കാര്യങ്ങളെയും അല്ലാഹു എണ്ണി പറയുകയാ. മദ്യപാനവും ചൂതാട്ടവും വിഗ്രഹങ്ങളുടെ മുമ്പിൽ ബലിയർപ്പണവും ഭാഗ്യാസ്ത്രം പരീക്ഷിക്കലു, ഇതെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, ഇതെല്ലാം ശൈത്താന്റെ വൃത്തികെട്ട മാലിന്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, കാസർഗോഡ് ജില്ലയിലെ ചൗക്കിയിലെ മുഅ്മിനേ, അല്ലാഹു നിന്നെയാ വിളിക്കുന്നത്. ദാടി ഉണ്ടായിട്ട് കാര്യമില്ല ചെറുപ്പക്കാരാ, നെറ്റിത്തടത്തിൽ നിസ്കാരത്തഴമ്പുണ്ടായിട്ട് കാര്യമില്ല ചെറുപ്പക്കാരാ, കണങ്കാലിന് മുകളിൽ മുണ്ടുടുത്തിട്ട് കാര്യമില്ല ചെറുപ്പക്കാരാ, മുസ്ലിം പേരാണ് നിന്റെ പേരെന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ചെറുപ്പക്കാരാ, മരിച്ചാൽ ബദർ പള്ളിയുടെ 6 അടി മണ്ണിൽ നിന്നെ കുഴിച്ചിടുമെന്നുള്ളത് കാര്യമില്ല ചെറുപ്പക്കാരാ. അല്ലാഹു നിന്നെ വിളിച്ചത് വിശ്വാസിയെ എന്ന, ഈമാനുള്ളവരെ എന്ന, ഒരു മുട്ടിയുടെ വലിപ്പത്തിലുള്ള ഹൃദയത്തിന്റെ അകപ്പളങ്ങളിൽ ഈമാൻ ആർജിച്ചെടുത്ത മൂമിനെ അല്ല വിളിക്കുകയാണ്. ഫജ്തനിബൂ, കള്ളുകൂടി നീ വെടിയണേ പൊന്നുമോനെ, മദ്യത്തിൽ നിന്ന് അകലം പാലിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹു പറയുന്നു, ചൂതാട്ടത്തിൽ നിന്ന് നീ അകലം പാലിക്കണേ ചെറുപ്പക്കാരാ. ഫജ്തനിബൂ, നീ വെടിയണം പൊന്നുമോനെ. എന്റെ കാസർഗോഡ് ജില്ലയിലെ കോളേജ് കുമാരികളായ പെൺകുട്ടികളോട് ക്യാമ്പസുകളിൽ എന്തെല്ലാം നടക്കുന്നു എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ഒരുപക്ഷെ നിങ്ങളെല്ലാം അതിന്റെ ഇരകളായേക്കാ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അതിന്റെ ഇരകളായേക്കാ. എന്റെ ഈമാനുള്ള കാസർഗോഡ് ജില്ലയിലെ പെങ്ങളോട് പറയുകയാ, നിങ്ങൾക്കൊരു മതബോധമുണ്ട്, നിങ്ങൾക്കൊരു മൂല്യമുണ്ട്, നിങ്ങൾക്കൊരു ദിശാബോധം നൽകപ്പെട്ട ഒരു സമുദായത്തിന്റെ വക്താക്കളാണ് നിങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, ഏതെങ്കിലും നിലയിൽ നിങ്ങൾ മദ്യം ഉപയോഗിക്കുന്നവരാണെങ്കിൽ, MDM ഉപയോഗിക്കുന്നവരാണെങ്കിൽ, കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നാവിനടിയിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കാമുകൻ, നിങ്ങളുടെ ബോയ് ഫ്രണ്ട് നിങ്ങളെ നിർബന്ധിച്ചതൊക്കെ ചെയ്യിപ്പിക്കുന്നെങ്കിൽ, ഈമാൻ എന്ന് പറയുന്ന സുന്ദരമായ വിശാലമായ പർദീസയിൽ നിന്ന് അകത്ത് നിന്ന് പുറത്തുപോയി മോളെ, അല്ല പറയുന്നു, ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണോ? വിജയമെന്ന് പറയുന്നത് പാർലമെന്ററി തെരഞ്ഞെടുപ്പിലുള്ള വിജയമല്ല, നിയമനിർമ്മാണ സഭകളിലുള്ള വിജയമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലുള്ള വിജയമല്ല, മഹല്ല് പിടിച്ചെടുക്കാനുള്ള വിജയമല്ല. അല്ല പറയുന്നു, നിങ്ങൾക്ക് വിജയിക്കണോ? ആ വിജയം നിശ്ചയിക്കപ്പെടുന്നത് നിങ്ങൾ കള്ളുകുടിയിൽ നിന്ന് മാറുമ്പോഴാണ്, ചൂതാട്ടത്തിൽ നിന്ന് മാറുമ്പോഴാണ്, ഭാഗ്യാസ്ത്ര പരീക്ഷണത്തിൽ നിന്ന് മാറുമ്പോഴാണ്, വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് ബലിയർപ്പണം നടത്തുന്നതിൽ നിന്ന് ഒഴിവാകുമ്പോഴാണ്. അല്ല പറയുന്നു, നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സൂറത്തുൽ മാഇദയിലൂടെ പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വർജിക്കണമെന്ന് പറഞ്ഞ 1-ാമത്തെ കാര്യം, 2 വിഗ്രഹാരാധന മാറ്റിവെച്ചാൽ 3-ാമത്തെ കാര്യം അത് കള്ളുകുടിയാണ് ചെറുപ്പക്കാരാ. മദ്യപാനമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ പല വേദികളിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു, നമ്മുടെയൊക്കെ പള്ളികളിൽ പോലും ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നത് മൊബൈൽ ഓഫ് ആക്കണം, മൊബൈൽ സൈലന്റ് ആക്കണം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. ഇന്നത്തെ ഡേറ്റ് നിങ്ങൾ കുറിച്ചിട്ടോ? 2024 ഡിസംബർ മാസം 11-ാം തീയതി ഈ രാത്രിയിൽ 9:30 കഴിയുന്ന 9:35 നിങ്ങൾ എഴുതി വെച്ചോ. എണ്ണപ്പെട്ട കൊല്ലത്തിന്റെ ഉള്ളിൽ എല്ലാ പള്ളികളിലും മറ്റൊരു ബോർഡ് പ്രത്യക്ഷപ്പെടും. എന്താണെന്നറിയോ?
മദ്യപിച്ചവൻ പള്ളിയിൽ പ്രവേശിക്കരുത് എന്ന്. നിങ്ങൾ എഴുതി വെച്ചോ. ലൈവ് വെച്ചത് നിങ്ങളാണ്, ഞാനല്ല. ഞാൻ പറയാനുള്ളത് തുറന്നു പറയും. പണ്ടല്ല, കുറച്ച് നാൾ വെക്കുമ്പോൾ പറഞ്ഞു എന്റെ പ്രസംഗം വാപോയ കോടാലിയ. അതെ, വാപോയ കോടാലിയ. എനിക്ക് ചിലത് കണ്ടുകൊണ്ടിരിക്കാൻ എന്റെ വികാരം എന്നെ അനുവദിക്കില്ല. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ എന്റെ വാ അങ്ങോട്ട് പോയ കോടാലി തന്നെ ആകും. ഞാൻ പറയുന്നു, മദ്യപിക്കുന്ന പള്ളി പ്രസിഡന്റുമാരുണ്ട്, പടച്ചവന സാക്ഷി. മദ്യപിക്കുന്ന പള്ളി പ്രസിഡന്റുമാരുണ്ട്. ചെറിയ കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എണ്ണപ്പെട്ട കൊല്ലങ്ങൾക്കകം പള്ളികളിൽ മുഴുവനും ബോർഡുകൾ പ്രത്യക്ഷപ്പെടും, മദ്യപിച്ചവന് പള്ളിയിൽ കയറരുത് എന്ന്. മദ്യമില്ലാത്ത വീടുണ്ടോ? സഹോദരിമാരോട് ചോദിച്ചു നോക്ക്, നിങ്ങളുടെ വീട്ടിൽ മദ്യപിക്കാത്തവർ വിരളമല്ലേ? വിരളമല്ലേ? ആ മദ്യപാനം വർജിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഞാൻ അതിന്റെ വിശാലമായ ആശയതലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് പ്രധാനമായും പറയേണ്ട 2 കാര്യങ്ങൾ ശേഷം വരുന്നതാണ്. അള്ളാഹു വർജിക്കാൻ പറഞ്ഞ 5 കാര്യങ്ങളിൽ 2 ബഹുദൈവ വിശ്വാസവും വിഗ്രഹാരാധനയുമാണെങ്കിൽ, 3ാമത്തേത് അള്ളാഹു പറയുന്നു, നിങ്ങൾ മദ്യപാനത്തിൽ നിന്ന് നിങ്ങൾ വർജിച്ച് മാറ്റിവെക്കണം. നിങ്ങൾ ആലോചിച്ച വിഗ്രഹാരാധനയോട് ചേർത്തിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾ കള്ളുകുടിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന്. കള്ളുകുടി 2ാമത് പറഞ്ഞ എന്താണ്? അത് ചില ആളുകൾക്ക് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് ചെറിയൊരു വിശദീകരണം തന്നിട്ട് ഞാൻ പോകാം. 2ാമത് പറഞ്ഞത് ചൂതാട്ടമാണ്. ചൂതുകളി നമുക്കറിയാം. ചൂതാട്ടം എന്ന് പറയുന്നത് ചില കളങ്ങൾ വരച്ചിട്ട് ആ കളങ്ങളിൽ എന്താണ്, പല നാടുകളിലും പല പേരിലാണ്. പകിടുകളി എന്നൊക്കെ പറയും. പകിടുകളി ഇവിടെ എന്താ പറയുന്ന? ഈ കളങ്ങൾ വരച്ചിട്ട് ഒരു പ്രത്യേക കളിയുണ്ട്. ഇപ്പൊ അതൊക്കെ പിന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് കുട്ടികൾ കളിക്കുന്നുണ്ട്. ചൂതാട്ടം, പൈസ വെച്ചിട്ട് കളിക്കുന്ന ചില കളികൾ. ആ കളിയിൽ തോറ്റുപോയാൽ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവനെ കൊല്ലുകയോ ചെയ്യുന്ന ഒരവസ്ഥ. എത്ര അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ചില ആളുകള് ചീട്ടും കളിക്കും, ചൂതും കളിക്കും, പള്ളിയിൽ നിസ്കരിക്കാനും വരും. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അവൻ ചീട്ട് കളിച്ചാൽ എന്താ, അവൻ ചൂത് കളിച്ചാൽ എന്താ, പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കുന്നില്ലേ, അത് പോരെ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവൻ എന്തോ കളിച്ചോട്ടെ, ചീട്ട് കളിച്ചോട്ടെ, ചൂത് കളിച്ചോട്ടെ, പക്ഷേ അവൻ പള്ളിയിൽ ബാങ്ക് കേട്ടാൽ അവൻ ഈമാനുള്ളവനാണ് എന്ന് പറഞ്ഞാൽ, ഇതിന് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? മസലുല്ലദീ യൽഅബു ബിന്നർദി, പകിട് കളിക്കുന്നവൻ, സുമ്മ യഖൂമു ഫയുസല്ലി, എഴുന്നേറ്റ് പള്ളിയിൽ പോയി ബാങ്ക് കേൾക്കുമ്പോൾ നമസ്കരിക്കുന്നവൻ, മസലുല്ലദീ യതവല്ലഉ ബിൽ കൈഹി വദമിൽ ഖിൻസീർ, പന്നി രക്തം കൊണ്ട് ഒളുവെടുത്ത് ചീഞ്ചലം, നജസാൻ ചലം, മനുഷ്യന്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചലം, ആ ചലം കൊണ്ട് ഒളുവെടുത്ത് അല്ലെങ്കിൽ പന്നി രക്തം കൊണ്ട് ഒളുവെടുത്ത്, ആ ഒളുവെടുത്തതിന് ശേഷം സുമ്മ യഖൂമു ഫയുസല്ലി, പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് പോലെയാണ് ചീട്ട് കളിക്കുന്നവൻ, ചൂത് കളിക്കുന്നവൻ, അവൻ പള്ളിയിൽ നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞത് നിസാരക്കാരനല്ല. ഈ 9 ദിവസത്തെ പ്രസംഗത്തിന് വരുന്ന ഏതെങ്കിലും കേരളത്തിലെ പ്രോജ്വല പ്രഭാഷകനല്ല. ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു എന്ന തഫ്സീർ ഇബ്നു കസീർ കേരളത്തിലെ ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളും അംഗീകരിക്കുന്ന തഫ്സീറാണ്, തഫ്സീറുൽ അലീം. മഹാനവറുകൾ പറയാണ്, ചീട്ട് കളിച്ചോണ്ടിരിക്കുമ്പോ പള്ളിയിൽ, ബദർ പള്ളിയിൽ വാങ്ക് കേട്ട് ചൂത് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പള്ളിയിൽ വാങ്ക് കേട്ടത്. നാട്ടിലെ കാരണവര് പറയാണ്, അവൻ എന്തോ കളിച്ചോട്ടെ, അവൻ പകിട് കളിച്ചോട്ടെ, ചീട്ട് കളിച്ചോട്ടെ, പക്ഷെ പള്ളിയിൽ ബാങ്ക് കേട്ടാൽ അതൊക്കെ നിർത്തിവെച്ചിട്ട് അവൻ നിസ്കരിക്കാൻ വരുന്നവനാണെന്ന് പറഞ്ഞാൽ ഇവൻ ഏവനെ പോലെയാണ്. ഒളുവെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം മാറ്റി വെച്ചിട്ട് പന്നിയുടെ ഈ രക്തം കൊണ്ട് ഒളുവെടുത്തിട്ട് നിസ്കരിക്കുന്നവനെ പോലെയാണ് എന്ന് പറഞ്ഞത് നിസ്സാരമല്ല. വലിയ ഗുരുതരമായ തെറ്റാണ് ചീട്ടുകളി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം ഖുർആൻ പറഞ്ഞത് ഭാഗ്യാസ്ത്രം. അത് നമ്മുടെ നാടുകളില് ഈ ഇപ്പോഴൊന്നും ആ സംവിധാനം ഇല്ല, ആ ഒരു സാഹചര്യം ഇപ്പോഴില്ല. ചെറിയ ചെറിയ അമ്പുകളുണ്ട്, ചെറിയ അമ്പുകൾ. ആ അമ്പുകളിൽ ഒരു സഞ്ചിയിലേക്ക് അമ്പിടും. ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങാൻ, കാസർഗോഡ് എന്തെങ്കിലും ഒരു കാര്യം, ഒരു വസ്തുവിധ ലാൻഡ് സെയിലിന് വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങുന്ന ബദർ പള്ളിയുടെ ചാരത്തുള്ള ഒരാള് ഒരു സഞ്ചിയിൽ കുറച്ച് അസ്ത്രങ്ങൾ, ഒരു അമ്പ്, കുറച്ച് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു സംസ്കാരമാണ്, അതൊക്കെ തുടച്ചു മാറ്റി
ആ അമ്പില് ഒരു അമ്പ് പുറത്തേക്ക് എടുക്കുമ്പോ ആ അമ്പിൽ എഴുതിയിരിക്കുന്നത് ഇഫ്അൽ, ചെയ്തോ, പൊയ്ക്കോ, ആ വസ്തു വാങ്ങിക്കോ എന്നാണ്. എന്നാൽ അടുത്തൊരു അമ്പിൽ എഴുതിയിരിക്കുന്നത് ലാ തഫ്അൽ, നീ വാങ്ങരുത്, ആ വസ്തു വാങ്ങിയാൽ നിനക്കത് പ്രശ്നമാണ്. ഒരമ്പിനകത്ത് ഒന്നും ഉണ്ടാവൂല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. ഇങ്ങനെ എഴുതി പിടിപ്പിച്ച ചില അമ്പുകൾ ഒരു സഞ്ചിക്കകത്തിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിന് പോകാനിറങ്ങുമ്പോ, മകളുടെ വിവാഹത്തിന്, അല്ലെങ്കിൽ ഒരു ലാൻഡ് സെയിലിന്, അല്ലെങ്കിൽ ഒരു വണ്ടി കച്ചവടത്തിന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോകാനിറങ്ങുമ്പോ ഈ സഞ്ചിയിൽ നിന്ന് ഒരു അസ്ത്രം അങ്ങോട്ട് വലിച്ചെടുക്കും. എന്നിട്ട് അതിങ്ങനെ നോക്കും. ലാ തഫ്അൽ എന്ന് പറഞ്ഞാൽ ഇനി ഏത് പൊന്നുവാപ്പ വിളിച്ചാലും ഇവൻ പോകൂല. കാരണം എന്താ? സഞ്ചിയിൽ നിന്നെടുത്ത അസ്ത്രത്തിലുള്ളത് ലാ തഫ്അൽ, നീ പോവരുതെന്നാണ്. ഇനി പോകണമെന്ന് ഇഫ്അൽ, നീ അത് ചെയ്തോ, പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്തോ എന്ന് പറഞ്ഞാൽ അവൻ അത് ചെയ്യും. ആര് പറഞ്ഞാലും ചെയ്യും. ആ നിലയിൽ ഭാഗ്യം പരീക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് പറഞ്ഞു അതൊന്നും പാടില്ല. നിങ്ങളെ ഭാഗ്യവും നിർഭാഗ്യവും നിശ്ചയിക്കുന്നത് യജമാനനായ ഖാലിഖായ ആകാശഭൂമികളുടെ സംവിധായകനായ, ലോകം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സംഹരിക്കുന്ന പടച്ചതമ്പുരാൻ, സർവശക്തനായ സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവലോകത്തിന്റെയും സൃഷ്ടാവും അവസാനം സംഹരിക്കുകയും ചെയ്യുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നിങ്ങൾ സഞ്ചിക്കകട്ടെന്ന് വലിച്ചെടുത്ത ഭാഗ്യാസ്ത്രമല്ല, നിങ്ങൾ പരീക്ഷിക്കുന്ന അസ്ത്രത്തിൽ എഴുതി പിടിപ്പിച്ച വാക്കുകളല്ല. നിങ്ങളുടെ ഭാഗ്യവും നിർഭാഗ്യവും തീരുമാനിക്കുന്നത് പടച്ചവനാണ് എന്ന തൗഹീദിന്റെ ഇടിമുഴക്കം ഓരോ മനുഷ്യന്റെയും കാതുകളിലൂടെ എരച്ചങ്ങോട്ട് കയറിയപ്പോഴേക്കും അവരത് ഒഴിവാക്കി. ചൂതാട്ടം ഒഴിവാക്കി, ഭാഗ്യ പരീക്ഷണം ഒഴിവാക്കി. പിന്നെന്താ പറഞ്ഞത്? വൽ അൻസാബ്, വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് ബലിയർപ്പിക്കുന്ന പരിപാടി, അത് ഒഴിവാക്കി. അന്നും ഇന്നും ഒഴിവാക്കാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, സാധനം അടിക്കുന്നത്. ലക്ഷദ്വീപ് മഹത്തായ ഒരു സ്ഥലമാണ്. ലക്ഷദ്വീപ് ഈ വിനീതൻ അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് ഡേറ്റ് ഉണ്ടെങ്കിൽ എല്ലാ ദ്വീപുകളിലും പോകാൻ കഴിയും. ഈ ഇവിടെ പ്രസംഗിച്ച, ഇന്നലകളിൽ പ്രസംഗിച്ചവരും നാളുകളിൽ പ്രസംഗിക്കുന്നവർ എല്ലാവരും പലതവണ പോയ ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. അതിൽ ഏറ്റവും കുറച്ചു പോയിട്ടുള്ള ആള് ഞാനാണ്. കാരണം ഞാൻ ഒരു 10 വർഷത്തിന് മുമ്പ് ആന്ത്രോത്ത് ദ്വീപില് പോയി. അവിടെ നിന്ന് തിരിച്ചു വരാൻ കഴിയാത്തൊരു വിഷമഘട്ടമുണ്ടായി. കപ്പല് സമയത്ത് ഓടാത്തൊരു സാഹചര്യം ഉണ്ടായി. അന്ന് അവിടെ വെച്ച് ശപഥം ചെയ്തു, ഇനി ഇങ്ങോട്ടില്ല എന്ന്. വർഷം 10 കഴിഞ്ഞിട്ട് തീരുമാനിച്ചു, ഇൻഷാ അല്ലാഹ് വിളിച്ചതല്ലേ, ഒന്നുകൂടി പോകാം. അഗത്തി വഴി നേരെ പോയി കവരത്തിയിൽ ചെന്നിറങ്ങി. അവിടെ നിന്ന് അഗത്തിയിൽ കപ്പലിൽ വന്നു. ആ അഗത്തിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് വരാൻ വേണ്ടി ബോർഡിംഗ് പാസ് കിട്ടി. അതുമായിട്ട് നേരെ അഗത്തി എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അന്ന് ഫ്ലൈറ്റ് കംപ്ലൈന്റ് ആയി കിടക്കുന്നു. അപ്പൊ എവിടെ പോയാലും ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവിടെ ഇരുന്നൊരു തീരുമാനം എടുത്തു, ഇനി ഇൻഷാ അല്ലാഹ് ദ്വീപിലേക്കില്ല എന്ന്. അതുകൊണ്ട് ദ്വീപിൽ പോകാൻ പേടിയാണ്. കാരണം കാസർഗോഡ് വന്നിട്ട് ട്രെയിൻ മുടങ്ങിപ്പോയാലും വണ്ടികൾ മുടങ്ങിപ്പോയാലും ഒരു തസ്ബീഹ് എടുത്ത് കയ്യിൽ വെച്ച് രാവിലെ ഒരു സൈഡ് പിടിച്ചിട്ട് നടക്കാൻ തുടങ്ങിയാൽ, ഇവിടെ നിന്ന് മക്കത്ത് വരെ നടന്നുപോയ ആളുകളുണ്ടല്ലോ, ഇവിടെ നിന്ന് നേരെ നടന്നു പോയാൽ 500-600 കിലോമീറ്റർ അപ്പുറത്ത് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ എത്താൻ കഴിയും. ഇടയ്ക്ക് വിശ്രമിക്കണമെന്നല്ലേ ഉള്ളൂ. പക്ഷെ 4 സൈഡും കടലാണ്. എങ്ങനെയാ ലക്ഷദ്വീപിൽ നിന്ന് വരിക? ആ ലക്ഷദ്വീപില് കാക്കകളില്ല, ആ ലക്ഷദ്വീപില് പാമ്പുകളില്ല, ആ ലക്ഷദ്വീപില് കള്ളില്ല. പക്ഷേ ഇപ്പോ ലക്ഷദ്വീപിലേക്ക് അങ്ങോട്ട് കള്ളങ്ങോട്ട് കൊണ്ട് തട്ടിക്കൊടുത്തിരിക്കുകയാണ്. ലക്ഷദ്വീപിൽ മുഴുവനും കള്ളങ്ങോട്ട് തട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 4 കാര്യങ്ങളെ പ്രധാനമായി ഞാൻ പറയുന്നു. മദ്യപാനത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം, നിങ്ങൾ മാറി നിൽക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ 4-മതായിട്ട് വർജിക്കണമെന്ന് പറഞ്ഞ കാര്യമേതെന്നറിയോ? അതാണ് എനിക്ക് വർത്തമാനകാല കേരളീയ സമുദായത്തിന്റെ സാഹചര്യങ്ങളുടെ ചുവരെടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് പ്രസംഗിക്കാനുള്ളത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, പറയേണ്ട ഡ്യൂട്ടിയാണ് എനിക്കുള്ളത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. 2 കാര്യങ്ങൾ വിഗ്രഹാരാധനയാണ്. 3-മത്തേത് മദ്യപാനം അടക്കമുള്ള ചെറിയ ചെറിയ വീഴ്ചകളെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തി. ഇനി 4-മതായിട്ട് അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലാണ് അള്ളാഹു പറയുന്നത്, വജ്തനിബൂ ഖൗലസ്സൂർ
സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു 30-ാമത്തെ സൂക്തത്തിലൂടെ പരിചയപ്പെടുത്തുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ദീനീ ബോധമുള്ളവരാ കാസർഗോഡ് ജില്ലയിലെ പെങ്ങന്മാര് പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ സ്ത്രീകളെ നമ്മുടെ തെക്കൻ ജില്ലകളിലുള്ള സ്ത്രീകളൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന്. കാരണം 99% അവര് പർദ്ദയിട്ടവരാണ്, അവര് ദീനീ ബോധമുള്ളവരാണ്, അവര് ഹിജാബ് ധരിക്കുന്നവരാണ്. ആ ഒരു പവിത്രതയും മാന്യതയും മതബോധവും ദീനീ ചൈതന്യവും മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ 4-ാമതായിട്ട് പറയുന്നു, പെങ്ങളെ, ഇജ്തനിബൂ ഖൗലസ്സൂർ, കള്ളത്തരങ്ങൾ നിങ്ങൾ വെടിയണം, കള്ളത്തരങ്ങൾ നിങ്ങൾ വെടിയണം. നിങ്ങളുടെ നാവിൽ നിന്ന് കള്ളത്തരങ്ങൾ വരാൻ പാടില്ല. കള്ളത്തരങ്ങൾ നിങ്ങൾ ഫേസ്ബുക്കിൽ പേജുകളിൽ എഴുതി പിടിപ്പിക്കാൻ പാടില്ല. സങ്കടത്തോടെ പറയട്ടെ ചെറുപ്പക്കാരാ, എന്ത് ദീനീ ബോധമായ എന്റെ പൊന്നുമോനെ, ഇതാണോ സുന്നത്ത് ജമാഅത്ത് വളർത്തുന്നത്? ഇതാണോ ദീനിന്റെ സംസ്കാരം വളർത്തുന്നത്? എന്തൊക്കെ ആഭാസത്തരങ്ങളാ ഫേസ്ബുക്കിലൂടെ എഴുതി വിടുന്നത്. വായിക്കുന്നത് അഹ്ലുസുന്നയുടെ ആളുകൾ മാത്രമല്ല, അഹ്ലുൽ ബിദ്അയുടെ ആളുകളാണോ? അവരുമല്ല. അഹ്ലുൽ ലലാലത്തിന്റെ ആളുകളാണോ? അവരുമല്ല. അഹ്ലുൽ കുഫറിന്റെ ആളുകളും വായിക്കുന്നല്ലോ. നമ്മുടെ ശത്രുക്കള് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴും ഈ സമുദായത്തിന് എന്തു പറ്റി? ഈ സമുദായത്തിന് എന്തു പറ്റി? വയലുകൾക്ക് കുറവില്ലല്ലോ, പ്രഭാഷണങ്ങൾക്ക് കുറവില്ലല്ലോ, ദീനീ മജ്‌ലിസുകൾക്ക് കുറവില്ലല്ലോ, സർവകലാശാലകൾക്ക് കുറവില്ലല്ലോ. എവിടെയാ കുറവ് സംഭവിച്ചത് ചെറുപ്പക്കാരാ? ഇല്ലാത്തത് മുഴുവനും എഴുതി പിടിപ്പിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, പൊന്നുമോനെ, നീ വെടിയണമെന്ന് പറഞ്ഞത് വിഗ്രഹാരാധന പോലെ, വിഗ്രഹാരാധന പോലെ, മദ്യപാനം പോലെ. 4-ാമതായി നീ വെടിയേണ്ട കാര്യം എന്തെന്നറിയോ? ഇല്ലാത്ത കള്ളക്കഥകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന അഭിനവ കാലഘട്ടത്തിന്റെ ചെറുപ്പക്കാരാ, അല്ലാഹു നിന്നോട് പറഞ്ഞത് വജ്തനിബൂ ഖൗലസ്സൂർ, നീ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത് വെടിയണമെന്ന് ഖുർആനിന്റെ പ്രഖ്യാപനമല്ലേ? നസായി അല്ല പറഞ്ഞതല്ലേ? ഒരു ഹദീസ് ഞാൻ പറയട്ടെ, ഇബ്നു കസീറിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഹദീസാണ്. അൻ അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിരി, വൻപാപങ്ങളിൽ ഏറ്റവും വലിയ പാപമേതെന്നറിയോ? വൻപാപങ്ങളിൽ ഏറ്റവും വലിയ പാപമേതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, വൻപാപങ്ങളിൽ ഏറ്റവും വലിയ പാപത്തെ റസൂലുള്ളാഹി പരിചയപ്പെടുത്തുകയാ. ഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ പറഞ്ഞു നബിയെ, പറഞ്ഞു തന്നാലും ഞങ്ങൾക്കറിയില്ല. അവിടെന്ന് പറഞ്ഞത് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിനോട് പങ്കു ചേർക്കലാണ്. അല്ലാഹുവിനോട് പങ്കു ചേർക്കലാണ്. ഈ പറയുന്ന ഹദീസ് നിങ്ങൾ ശ്രദ്ധയോടെ എന്റെ കൂടെ നിങ്ങൾ വരണേ. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ എങ്ങനെയാ പറഞ്ഞതെന്നറിയോ? ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ ചാരിക്കിടക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ വിശ്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു ഭാഗത്തിന്റെ മേൽ ചാരിക്കിടന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹാബാക്കളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വൻപാപങ്ങളെ പറ്റി പറഞ്ഞു തരട്ടെയോ? അവര് പറഞ്ഞു, ബലാ 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 യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും ഞങ്ങൾ ശിരസാ വഹിച്ചോളാം നബിയെ. കാതുകൾ കൂർപ്പിച്ചുകൊണ്ട് തലയിലൊരു മാടപ്രാവ് വന്നിരുന്നാൽ തലയനക്കിയാൽ പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ ഇരിക്കുന്നവരെ പോലെ ജാഗ്രതയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, ജിജ്ഞാസയോടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ പുൻചമ്പകപ്പൂ ചുണ്ടിലേക്ക് നോക്കി നൂറുകണക്കിന് സഹാബത്തിന്റെ കണ്ണുകൾ, നൂറുകണക്കിന് സഹാബത്തിന്റെ കാതുകൾ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ അവിടെന്ന് പറയുകയാണ്, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിനോട് പങ്കു ചേർക്കലാണ്. വഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്. നിങ്ങൾ ശ്രദ്ധിക്കോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും പറഞ്ഞപ്പോൾ റസൂലുള്ള ചാരിക്കിടക്കുകയായിരുന്നു. എന്നിട്ടോ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, വൻപാപങ്ങൾ രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് ശിർക്കാണ്, അല്ലാഹ് അല്ലാതെ 33 കോടി ദൈവങ്ങളുണ്ടെന്ന് പറയുക. സഹോദരങ്ങളെ, രണ്ടാമത്തേത് സ്വന്തം ജീവൻ കൊടുത്ത് ജന്മം നൽകിയ മാതാപിതാക്കൾ
മാതാപിതാക്കൾ ഉപദ്രവിക്കുക. ആ മാതാപിതാക്കൾ ഉപദ്രവിക്കുന്നത് കഴിഞ്ഞിട്ട് റസൂലുള്ള പെട്ടെന്ന് ഫജലസ, ചാരിയിരുന്ന റസൂലുള്ള, ചാരിക്കിടന്ന റസൂൽ പെട്ടെന്ന് എഴുന്നേറ്റങ്ങിയിരിക്കുകയാണ്. കാരണം ഇനി പറയുന്നത് ഗൗരവമുള്ളത് കൊണ്ട് റസൂലുള്ള കിടന്നുകൊണ്ടല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ ഫജലസ, എഴുന്നേറ്റങ്ങിരുന്നു. വകാന മുത്തഖിയൻ ഫജലസ, അതുവരെയും റസൂൽ ചാരിക്കിടന്നിട്ട് റസൂലുള്ള എഴുന്നേറ്റങ്ങിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അലാ വഖൗലുസ്സൂർ അലാ വശഹാദത്തുസ്സൂർ. നബി തങ്ങൾ പറഞ്ഞു അറിയണേ, ഏറ്റവും വലിയ പാപമെന്ന് പറയുന്നത് ശിർക്ക് മാത്രമല്ല, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത് മാത്രമല്ല. അത് രണ്ടും പറഞ്ഞപ്പോ കിടന്നു പറഞ്ഞ റസൂലുള്ളാഹി, ചാരിക്കിടന്ന റസൂലുള്ളാഹി എഴുന്നേറ്റിരുന്നിട്ട് പറയുകയാണ് അലാ വഖൗലുസ്സൂർ, കള്ളപ്പരങ്ങളെ പറയലും വശഹാദത്തുസ്സൂർ, കള്ളസാക്ഷി നിൽക്കലുമാണ്, കള്ളസാക്ഷി നിൽക്കലുമാണ്. ഫമാസാല യുകർരിറുഹാ, ഇത് റസൂലുള്ള പറഞ്ഞുകൊണ്ടേയിരുന്നു. എങ്ങനെ? രണ്ട് വട്ടമേ ശിർക്കിനെ പറ്റിയും ഉഖൂഖുൽ വാലിദൈനെ പറ്റിയും പറഞ്ഞോളൂ. കിടന്നുകൊണ്ട് ശിർക്കും മാതാപിതാക്കളെ ഉപദ്രവിക്കലുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റങ്ങിരുന്നു. ഇരുന്നിട്ട് നബി തങ്ങൾ പറയുന്നു അലാ വഖൗലുസ്സൂർ അലാ വഖൗലുശ്ശഹാദ അലാ വശഹാദത്തുസ്സൂർ അലാ വഖൗലുസ്സൂർ അലാ വശഹാദത്തുസ്സൂർ. ഇങ്ങനെ റസൂൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, നിർത്തുന്നില്ല. അവസാന സ്വഹാബത്ത് പറയുന്നു ഹത്താ ഖുൽനാ, ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു പോയി അറിയാതെ, ലൈതഹു സക്കത്ത, റസൂലൊന്നും മിണ്ടാതിരുന്നെങ്കിലെന്ന്. നബി തങ്ങൾ അക്ഷരം മിണ്ടാതെ റസൂലുള്ള നിശബ്ദനായിരുന്നെങ്കിലെന്ന് ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയി. ആ നിലയിൽ റസൂലുള്ള പറഞ്ഞുകൊണ്ടേയിരിക്കുകയാ. ഏതിനെ പറ്റി? ശിർക്കിനെ പറ്റിയല്ല, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിനെ പറ്റിയല്ല, പിന്നെയോ കള്ളസാക്ഷി നിൽക്കുന്നതിനെ പറ്റിയിട്ട്. നിസാരമായ ദുനിയാവിന്റെ ഏതെങ്കിലും താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കയറിയിട്ട് വക്കീലുമാരെ കള്ളസാക്ഷി നിൽക്കുമല്ലോ, അല്ലെങ്കിൽ താൽക്കാലിക ലാഭത്തിന് വേണ്ടി തന്റെ സംഘടനയിൽപ്പെട്ടവൻ, തന്റെ പാർട്ടിയിൽപ്പെട്ടവൻ, തന്റെ മഹല്ലത്തിൽപ്പെട്ടവൻ, തന്റെ കുടുംബത്തിൽപ്പെട്ടവന്, തന്റെ സംസ്കാരത്തിൽപ്പെട്ടവന് എന്ത് ചെയ്താലും അതിന് കള്ളസാക്ഷി നിന്നിട്ട് ചെയ്തില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടല്ലോ. അതുപോലെ ഖൗലുസ്സൂർ, കള്ളപ്പരങ്ങൾ പറയുന്ന കാര്യം, ഇത് പറഞ്ഞിട്ട് റസൂലുള്ള നിർത്തുന്നില്ല. നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഹത്താ ഖുൽനാ ലൈതഹു സക്കത്ത, റസൂലുള്ള ഒന്ന് നിശബ്ദനായിരുന്നെങ്കിലെന്ന് ഞങ്ങൾ കൊതിച്ചുപോയി. അതുവരെയും റസൂലുള്ള അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുകയാണ്. കള്ളസാക്ഷി നിൽക്കുന്നത്, ഇന്ന് കള്ളസാക്ഷിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, കള്ളത്തരങ്ങൾ പറയുന്നതിന് ഒരു പരിധിയില്ലേ സഹോദരങ്ങളെ? സോഷ്യൽ മീഡിയയിലെ ഉപയോഗങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാൻ, സ്നേഹത്തോടെ പറയാൻ, മുസ്ലിം ഉമ്മത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പ്രത്യേകിച്ച് കേരളീയ മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഏകദേശം ആ ഒരു പരുവത്തിൽ തന്നെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടം. മദ്രസകളെ പറ്റി ചോദ്യം ചെയ്യുന്നു. ഇന്നും തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ സമസ്തയുടെ പോഷക പ്രസ്ഥാനങ്ങൾ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചു. എന്തിനു വേണ്ടി? മദ്രസകൾ, ആ മദ്രസകളുടെ മേലുള്ള കടന്നാക്രമണം, വഖഫ് സ്വത്തുക്കൾ, അത് മുസ്ലിം സമുദായത്തിന്റെ വഖഫ് സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിന് ഒരു സുരക്ഷിതത്വം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ കൂടിയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്, മദ്രസയും പള്ളിയും സംരക്ഷിക്കപ്പെടുന്ന നിയമത്തെ പറ്റിയിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് സമസ്തയുടെ മുഷാവറയിൽ കൂടിയ യോഗത്തിൽ അവരെടുത്ത തീരുമാനം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും സയ്യിദുമാരെ ചീത്ത വിളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മഹാന്മാരെ തെറി വിളിക്കുക. ഇത് നമ്മൾ കരുതുന്ന എന്താ? എന്റെ ഇസ്ലാം ഇങ്ങനെ അങ്ങോട്ട് ഒഴുകാന്നാ? ഒഴുകുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ വെടിയണം, വർജിക്കണം, അകലം പാലിക്കണം എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സുബഹി നിസ്കരിച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളുടെ നേരെ അങ്ങോട്ട് തിരിഞ്ഞു. സഹാബാക്കൾ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കാൻ, നബി തങ്ങൾ നമസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റു. ആ എഴുന്നേറ്റ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ?
എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ഹദീസുകൾ കേൾക്കുമ്പോൾ അതിൻ്റെതായ ആ ഒരു ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യത്തെ വർത്തമാനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. സഹാബത്തിന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, സഹാബ, കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു അല്ലാത്ത വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി തലകുമ്പിടുന്നതോ അതിനോളം പോന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചില ആളുകളൊക്കെ അമ്പലത്തില് ഇതര സമുദായത്തില് രാജ്യത്തിന്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താ ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ? മതേതരത്വം എന്ന് പറഞ്ഞാൽ ചൗക്കി ടൗണിൽ നിൽക്കുന്ന 3 പേര്, ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യാനി, ഒരു ഹിന്ദു, ഇനി ഒരു 4മനൊരുത്തനുണ്ട്, നിരീശ്വരവാദിയാണ്. അവൻ ഈ ദൈവങ്ങളിൽ ഒന്നും വിശ്വാസം ഇല്ലാത്തവനാണ്. അങ്ങനെ ദൈവനിഷേധിയായ ഒരാൾ ഹൈന്ദവ വിശ്വാസി, ക്രൈസ്തവ വിശ്വാസി, ഇസ്ലാം വിശ്വാസി, ഈ 4 പേര് നിൽക്കാൻ. അപ്പോഴാണ് പള്ളിയിൽ ബാങ്ക് കേട്ടത്. ബാങ്ക് കേട്ട് മുസ്ലിമായ സഹോദരൻ നേരെ പള്ളിയിലേക്ക് പോകുന്നു. അവനെ തടയാൻ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ മതമില്ലാത്തവനോ അനുവാദമില്ല. അമ്പലത്തിലേക്ക് പോകുന്നു. ശങ്കുലി കേട്ടപ്പോൾ ഹിന്ദു, അവനെ തടയാൻ ഒരു മുസൽമാന് അധികാരമില്ല, പെർമിഷൻ ഇല്ല. ചർച്ചിൽ മണിനാഥം മുഴങ്ങിയപ്പോൾ ക്രൈസ്തവൻ അങ്ങോട്ട് പോകുന്നു. അവനെ തടയാൻ ഈ 2 കൂട്ടർക്കും ഒരിക്കലും പെർമിഷൻ ഇല്ല. 3 പേരും 3 പള്ളികളിലേക്ക്, അവരുടെ ആരാധനാലയങ്ങളിലേക്ക് പോയി. 4മനോ അവിടെ അങ്ങനെ തന്നെ നിന്നു. കാരണം അവൻ ഈ ദൈവത്തിൽ വിശ്വാസമുള്ളവനല്ല. ഇതിന്റെ പേരാണ് മതേതരത്വം എന്ന് പറയുന്നത്. അല്ലാതെ അളിയ സുബഹിക്ക് നീ എന്റെ പള്ളിയിൽ വാ, നമുക്ക് എല്ലാവരും കൂടെ അവിടെ നിസ്കരിക്കാം. ലൊഹർ ആകുമ്പോ ഞാൻ നിന്റെ അമ്പലത്തിൽ വരാം. നമുക്ക് എല്ലാവർക്കും കൂടെ അസർ ആകുമ്പോഴേ നേരെ ചർച്ചിലും പോകാം. മഗ്‌രിബ് ആകുമ്പോഴേ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് യവന്റെ തോളിൽ കൈയിട്ട് കള്ളം കുടിക്കാം എന്ന് പറയുന്നതിന്റെ പേര് മതേതരത്വം എന്നല്ല. അതിന്റെ പേരല്ല മതേതരത്വം എന്ന് പറയുന്നത്. അത് വിവരക്കേടാണ്. ആ വിവരക്കേടാണ് ആഫ്റ്റർ കോവിഡിൽ കേരളത്തിൽ, ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ലോകത്ത് ഏറ്റവും പ്രധാനമായി കേരളത്തിൽ ഏറ്റവും വലിയ വൈറസായി, ഏറ്റവും വലിയ അർബുദമായി, ക്യാൻസറായി പടർന്നു പന്തലിച്ചിരിക്കുന്ന ഈ ഒരു രോഗമാണ്. ഏത്? നിരീശ്വരവാദം. നിരീശ്വരവാദം. നിങ്ങൾ നോക്കുക, ഞാനിപ്പോ കഴിഞ്ഞ മെനിങ്ങാന്നാണ് ഞാൻ തിരിച്ചെത്തിയത്. ഈജിപ്തില് മഹാന്മാരായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം വഖീ റളിയല്ലാഹു അൻഹു, സക്കരിയ അൻസാർ റളിയല്ലാഹു അൻഹു, മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, അതുപോലെ തന്നെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിരസ് കർബലയിൽ നിന്ന് കൊണ്ടുവന്ന് മറമാടിയ ഹുസൈൻ മസ്ജിദ്, അതുപോലെ തന്നെ അസ്ഹർ യൂണിവേഴ്സിറ്റി, അത് കഴിഞ്ഞിട്ട് ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു, അതുപോലെ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ, ഇബ്രാഹിം ദസൂഖി തങ്ങൾ, മഹാനായ ലൈസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, മഹാനായ ദസൂഖി തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പിന്നെ ഹാറൂൻ നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള ഒരു പിടി മഹാരഥന്മാരായ പൂർവ്വസൂരികളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്തു. ഖബറുകൾ സിയാറത്ത് ചെയ്തിട്ട് അത് കാണാത്തവർക്ക് നമ്മളെയൊക്കെ പഠിപ്പിച്ച എത്രയോ ഉസ്താദുമാര്, നമ്മൾക്കൊക്കെ ഷാഫി ഇമാമിന്റെ ഫളിലും ശ്രേഷ്ഠതയൊക്കെ പഠിപ്പിച്ച നമ്മുടെ ഉസ്താദുമാർക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടോ മറ്റോ അവരുടെ ദർസി ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടോ ഒന്നും അവിടെ ഒന്നും എത്താൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഷാഫി ഇമാമിനെ പറ്റി കൂടുതലൊന്നും പ്രസംഗിക്കുകയോ പറയുകയോ അറിയുകയോ ചെയ്യാത്ത ഈ പാവികളായ നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടി. അത് ഷാഫി ഇമാമിന്റെ ഖബർസ്ഥാനിലും അതുപോലെ തന്നെ മഹാന്മാരുടെ ഖബർസ്ഥാനിലും ഒക്കെ പോയി നിന്നിട്ട് അതൊക്കെ ലോകത്തിന്റെ മുമ്പിൽ ഇതാണ് അവരുടെ ഖബർ, ഇതാണ് അദ്ദേഹത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമന്റ് തമ്പുരാക്കന്മാർ ഇറങ്ങി. ആരൊക്കെയാ ഇറങ്ങിയത്? ഇരുളും വെളിച്ചവും രാവും പകലും ഒന്നും അറിയാത്ത മുജാഹിദുകൾ. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്തൊല്ലം വിളിക്കണ്ട, നിങ്ങൾക്ക് പേടിയായിരിക്കും, എനിക്ക് പേടിയൊന്നുമില്ല. സലഫികൾ. രണ്ടാമതാരാന്നറിയോ? നേരും നെറിയുമില്ലാത്ത കാസയുടെ ക്രിസ്ത്യാനികൾ. പിന്നെ വന്നതാരാ? കുറെ വർഗീയ ഫാസിസ്റ്റുകൾ. ഞാൻ അതിങ്ങനെ പരിശോധന നടത്തുമ്പോ ഇങ്ങനെ അങ്ങോട്ട് നമ്മളിട്ട് പൊങ്കാല ഇടുകയാണ്. ഞാൻ ചിന്തിച്ചു പോയി, ഇവന്റെ ഒക്കെ പൈസ കൊണ്ടാണോ ഞങ്ങൾ പോയത്? ഇവനൊക്കെ പൈസ തന്നിട്ടാണോ ഞങ്ങൾ പോയത്? പിന്നെ ചില ആളുകൾക്കുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇച്ചിരി വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള കൂട്ടത്തിൽപ്പെട്ടതാണ്. കാരണം 5 നേരം ഒളുവെടുക്കുന്നവരാണ്, അതുപോലെ തന്നെ 5 നേരം പല്ല് തേക്കുന്നവരാണ്,
അതുപോലെ തന്നെ നല്ല സുഗന്ധദ്രവ്യം പൂശുന്നവരാണ്, വെള്ള വസ്ത്രം ധരിക്കുന്നവരാണ്. അത് മുസ്ലിം സമുദായത്തിന്റെ ഐഡന്റിറ്റി ഐക്കണുമാണ്. ഇതൊക്കെ കണ്ടപ്പോ ചില ആളുകൾ ചോദിക്കുക, മുസ്ലിയാരെ എത്ര ആളുകൾ പട്ടിണി കിടക്കുന്നു എന്ന് അറിയാൻ പറ്റുമോ? നിങ്ങൾക്കറിയോ എത്ര ആളുകൾ പട്ടിണി കിടക്കുന്നു എന്ന്? എന്നിട്ട് നിങ്ങൾ ഈ നല്ല വസ്ത്രം ഇട്ടിരിക്കുന്നത് എന്താ? അപ്പൊ തുണി ഉരിഞ്ഞിട്ട് നിൽക്കണമെന്നാ പാവങ്ങൾ പട്ടിണി കിടക്കുന്നു പറഞ്ഞിട്ട്? വിവരവും വിദ്യാഭ്യാസവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കമന്റ് എഴുതാൻ. ഇവനൊന്നും വേറെ ഒരു പണിയില്ല. അർഹിക്കുന്ന അവഗണനയോടെ ഇവനെയൊക്കെ തള്ളിക്കളയാ ചെയ്യുന്നത്. ഒരു മറുപടിക്കും അർഹതയില്ല. ഈ മറുപടി എഴുതുന്ന ഈ നിരൂപണം നടത്തുന്ന എല്ലാവും എന്താ ചെയ്തിരിക്കുന്ന അറിയോ? ഇതൊക്കെ ലോക്കാക്കിയിട്ടാ വരുന്നത്. നിനക്ക് പേടിത്തണ്ടന്മാരാ, ലോക്കാക്കിയിട്ടാ വരുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ കൂടുതൽ അങ്ങ് പറഞ്ഞു പോകും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവനെ ഒന്നും പടച്ചോൻ വിടില്ല. കാരണം എന്താണെന്നറിയോ? വിഗ്രഹാരാധനയോടെ കിടപിടിക്കുന്ന ഒന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കള്ളപ്പരങ്ങളെന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശദീകരിച്ചെങ്കില് രാജ്യത്തെ ഖലീഫ ഉമറിന്റെ ഭരണം വേണമെന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത്? മുഹമ്മദ് അലി ജിന്നയല്ല, അബുൽ കലാം ആസാദല്ല. ആരാ പറഞ്ഞത്? രാജ്യത്ത് ഖലീഫ ഉമറിന്റെ ഭരണം വേണമെന്ന് പറഞ്ഞത് മഹാനായ ടിപ്പു സുൽത്താനല്ല. ആരാ പറഞ്ഞത്? മഹാനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അലക്സാണ്ട്രിയയിലെ നാഷണൽ മ്യൂസിയത്തിൽ ചെന്നു. അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയിൽ പോയപ്പോ വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ്. അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയിൽ വളരെ മനോഹരമായ ആ ലൈബ്രറി, വിവരണാതീതമായ ലൈബ്രറി, ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറികളിൽ ഒന്നാണ്. ആ ലൈബ്രറിക്കകത്ത് മഹാനായ മഹാത്മജിയുടെ ആ ചിത്രം വെച്ചിരിക്കുകയാണ്. ചിത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്റ്റാച്യു, പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈജിപ്തില് ആഫ്രിക്കൻ കൺട്രിയാണ്. ആഫ്രിക്കൻ കൺട്രിയിലെ ഈജിപ്തിലെ അവിടത്തെ അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയിൽ ഗാന്ധിജിയുടെ ചിത്രം വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളതിൽ അഭിമാനം തോന്നി. മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത്, ഈ രാജ്യത്ത് ഖലീഫ ഉമറിന്റെ ഭരണം വേണമെന്ന്. എന്താ ഉമറിന്റെ ഭരണ നേട്ടങ്ങളിൽ ഒന്നെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കള്ളത്തരം ഉണ്ടാവൂല, പിന്നെ പടച്ചോനാണ് സത്യം. ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയിൽ ഉള്ളതെങ്കിൽ ഇനിയിപ്പൊ ഇത് വെച്ചിട്ട് രാജ്യദ്രോഹ പ്രവർത്തനം പറഞ്ഞു എന്നാലും പറയൊന്നും വേണ്ട. ഗാന്ധിജിയുടെ വാക്ക് കടമെടുത്തിട്ട് പറയാണ്, രാജ്യത്ത് ഉമറിന്റെ ഭരണം വേണമെന്ന് ആഗ്രഹിച്ചു. ആ ഉമറിന്റെ ഭരണമായിരുന്നു രാജ്യത്തിന്റെ ഭരണമെങ്കിൽ ഇതൊരു മതേതരത്വ രാജ്യമാണ്, ഇസ്ലാമിക സ്റ്റേറ്റ് അല്ല, ഒരു ഹിന്ദുത്വ രാജ്യമല്ല. ഇന്ന് ഗുജറാത്തിലെ അലഹബാദിലെ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിരിക്കുന്നു, ഈ രാജ്യത്ത് ഇത് ഭൂരിപക്ഷങ്ങൾക്കുള്ള രാജ്യമാണ്. ഇന്ന് വീട്ടിലായാലും നാട്ടിലായാലും കമ്മിറ്റിയിലായാലും ഭൂരിപക്ഷത്തിനാണ് പ്രാമുഖ്യവും പ്രയോറിറ്റിയും ഉള്ളത്. അതുകൊണ്ട് രാജ്യത്ത് കൂടുതലും ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളായത് കൊണ്ട് ഈ രാജ്യം ഹിന്ദുക്കളുടെ രാജ്യമാണ്. ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം. മുസ്ലിമീങ്ങൾ നാശകാരികളാണ്, രാജ്യത്തിന് അവർ വലിയ നാശകാരികളാണെന്ന് പറയുന്നു. സുപ്രീം കോടതി നേരിട്ട് അതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചിരിക്കുക ഹൈക്കോടതിയോട്. പ്രതിപക്ഷ നേതാക്കന്മാര് മുഴുവനും അതിനെതിരെ അപ്പീൽ കൊടുത്തിട്ടുണ്ട്, അതിനെതിരെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരിൽ നിന്ന് വിവരം ചോദിക്കാൻ വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹൈക്കോടതിയുടെ ഒരു അലഹബാദ് കോടതിയിലെ ജഡ്ജി പറയാണ് രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് ദോഷമാണ് എന്ന്. അതാണ് രാജ്യം. ഉമറിന്റെ ഭരണം വേണമെന്ന് പറഞ്ഞ് ഉമറിന്റെ ഭരണമാണ് ഈ രാജ്യത്തുണ്ടായിരുന്നത് എങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഫേസ്ബുക്കിൽ കള്ളപ്പരങ്ങൾ എഴുതുന്ന മുഴുവൻ ചെറുപ്പക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ശിക്ഷ എന്തായിരുന്നു? ഖാല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നയം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ നിലപാട്, യുളറബു ലഹ്റുഹു, അവന്റെ മുതുകടിച്ചു പൊട്ടിക്കണം. ആരുടെ? നിസ്കാരം ഇല്ലാത്തവന്റെ അല്ല, നോമ്പുടിക്കാത്തവന്റെ അല്ല, മഹാന്മാരായ നേതാക്കന്മാർക്കെതിരെ മുറവിളി കൂട്ടുന്നവരെ. മഹാന്മാരായ സാദാത്യങ്ങൾ നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. കയറിയവൻ രക്ഷപ്പെട്ടു, കയറാതെ നിന്നവൻ വെള്ളത്തിൽ മുങ്ങി ചത്തു. ആ ഒരവസ്ഥയിൽ സാദാത്യങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ, ലോക ജനങ്ങളുടെ മുമ്പിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്നവർ എന്തിന്റെ പേരിലായാലും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സതീർത്ഥ്യനായ രണ്ടാമനായ
മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഭരണമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അവന്റെ മുതുകടിച്ചു പൊട്ടിക്കണം, അവന്റെ തല മുണ്ടനം ചെയ്യണം, മൊട്ടയടിക്കണം. പിന്നെ മുടിയൊന്നും വളർത്താൻ പറ്റില്ല, തലമുണ്ടനം ചെയ്യണം. തീരുന്നില്ല, അവന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കണം. അങ്ങനെയാണെങ്കിൽ കരിയോയിൽ മുഖത്തില്ലാത്ത മുഴുവൻ തലകളും നല്ല നിലയിൽ ചീകി വെച്ച മുടികളുള്ള നന്നായിട്ട് മുതുക് നിവർന്ന് നിൽക്കുന്ന ഒരുത്തനെ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുമോ? ആരാ സത്യം പ്രചരിപ്പിക്കുന്നത്? എല്ലാ സ്ഥലത്തും കള്ളത്തരമല്ലേ പ്രചരിപ്പിക്കുന്നത്?